തീർച്ചയായും ഇപ്പോൾ ഫക്രുദ്ദീൻ അലി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഒരു രാഷ്ട്രീയ സഖ്യത്തിന് ഉള്ള സാധ്യതകൾ അത് അനിവാര്യമായ ഒരിടത്തും BJP പാഴാക്കിയിട്ടില്ല എന്നത് നമുക്ക് അറിയാവുന്നതാണ്. തമിഴ്നാടിനെ സംബന്ധിച്ച് BJPക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ചിലപ്പോൾ അത് കൈയെത്തിപ്പിടിക്കും എന്ന് തോന്നിയ ഘട്ടങ്ങളുണ്ട്. പക്ഷേ തമിഴ് രാഷ്ട്രീയം, തമിഴ് ജനത, അവിടുത്തെ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അങ്ങനെ വേരൂന്നാൻ BJP സംബന്ധിച്ച് കഴിഞ്ഞിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അവിടെ BJPയെയും DMKയും ഒരുപോലെ എതിർത്തുകൊണ്ടാണ് വിജയ് രംഗപ്രവേശനം ചെയ്തിരുന്നത്. പക്ഷേ ഇതാ വിജയ്ക്ക് അപ്രതീക്ഷിതമായി വലിയൊരു തിരിച്ചടി നേരിടുന്നു. BJP ഇതിനോടകം നടത്തിയിട്ടുള്ള നീക്കങ്ങൾ അത് വിജയയെ ഒപ്പം നിർത്തുന്നതിന് അനുകൂലമാകും എന്നതാണോ താങ്കളുടെ നിരീക്ഷണം? ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ CBI അന്വേഷണം എന്ന ആവശ്യവുമായി BJPയുടെ നേതാക്കൾ തന്നെ എത്തുന്നു. അങ്ങനെ നിയമ പോരാട്ടത്തിന് കേന്ദ്ര ഏജൻസിയുടെ ഒരു അന്വേഷണം സാധ്യമാക്കുന്ന തരത്തിൽ ഒരിടപെടൽ നടത്തിക്കൊണ്ട് മറുഭാഗത്ത് വിജയുമായി സഖ്യ സാധ്യതകൾ സംസാരിക്കുകയാണ് BJP. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മ പുലർത്താത്ത ഒരേ രാഷ്ട്രീയ പാർട്ടി BJP ആണ്. BJP ആദ്യമായിട്ട് സഖ്യം കൂടി. BJP സുഖറാം എന്നുള്ള ഇന്ത്യയിലെ അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ട രണ്ടുപേരാണ്. അതിലൊന്നാമതാണ് സുഖറാം ഇന്ത്യയിൽ. സുഖറാമുകാരനാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. BPL തുടങ്ങാൻ സമയത്ത് രാജീവിനോട് പോയി കോയ ചോദിച്ചു. രാജീവ് ഒന്നും തരില്ല. അതൊക്കെ രാജീവിനെ പൊളിറ്റിക്സ് തിരിച്ചുവിട്ട സംഭവം അത്. ആ സുഖറാമുമായിട്ട് അവർ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഏതാണ്ട് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണം എന്ന രീതിയിൽ പൊതുവെ സംസാരിക്കുന്ന പ്രാദേശിക ഐഡന്റിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ DMK അണ്ണാദുരൈയുടെ അല്ലെ പെരിയോറിന്റെ സ്വാധീനത്തിലുള്ള DMK, അങ്ങനെയാണല്ലോ ഈ ഉത്തരേന്ത്യക്കാർ അംഗീകരിക്കാത്ത ടീം. അവരുമായിട്ട് അവർ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ ആസാം ഗണപരിഷത്തിൽ സഖ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സിഖ് തീവ്രവാദം ഉയർത്തിപ്പിടിച്ച മറ്റേ അകാലികളായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ കാശ്മീർ സെപ്പറേറ്റിസ്റ്റ് സഖ്യം ഉണ്ടായി. അവരെ സംബന്ധിച്ച് അവരെ കാര്യമാണ്. ഈ സഖ്യമൊക്കെ ഉണ്ടാക്കും അവരുടെ കാര്യം. ഇവിടെ ഇപ്പം പലരും പറയുന്നുണ്ടല്ലോ, RSSന്റെ പ്ലാനാണ് BJPയുടെ പ്ലാനൊക്കെ പറഞ്ഞാല് 100 വർഷത്തെ പ്ലാനാണ്. അതിന്റെ ഇടയ്ക്ക് ചെറിയ സഖ്യം ഉണ്ടാക്കുന്നു. അവരെ ബാധിക്കുന്ന കാര്യമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും അവരത് കെയർ ചെയ്യുന്ന കാര്യമല്ല. അപ്പൊ അവരുടെ സമയം വിജയുമായിട്ടും അവരൊരു സഖ്യത്തിനൊക്കെ ശ്രമിക്കും. പക്ഷെ വിജയുടെ ഒരു പ്രശ്നമല്ലാത്ത പ്രശ്നമാണ്. വിജയെ സംബന്ധിച്ച് വിജയ് ഏറ്റവും ഒന്നാമത് ഒരു നിയോ ദ്രവീഡിയൻ മൂവ്മെന്റ് ആണ് വിജയ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. ദ്രവീഡിയൻ മൂവ്മെന്റ് ബേസിക്കലി ഒരു എന്താ പറയാ നെപ്പോട്ടിസമായി മാറും. നമ്മൾ സിനിമയിലല്ല നെപ്പോട്ടിസം, രാഷ്ട്രീയത്തിലാണ് നെപ്പോട്ടിസം ഏറ്റവും കൂടുതൽ. സിനിമയിൽ നെപ്പോട്ടിസം കൊണ്ടുവന്നാലും കഴിവില്ലെങ്കിൽ രക്ഷപ്പെട്ടു പോയി. നമ്മൾ തന്നെ പലരും നസീർ സാറിന് ഷാനവാസ് ഇവിടെ രക്ഷപ്പെട്ടിട്ടില്ല. കഴിവുള്ളവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയത്തിലല്ല, നിങ്ങൾ കഴിവില്ലെങ്കിൽ നെപ്പോട്ടിസത്തിന് സീറ്റൊക്കെ മേടിച്ചെടുത്ത് തിരുത്താൻ പറ്റും. അപ്പൊ അതിനെതിരെയുള്ള തമിഴ് യുവാക്കളുടെ ഒരു എന്താ പറയാ ഒരു പ്രതിഷേധമുണ്ട്. ഈ അഴിമതിക്കൊക്കെ എതിരെയുള്ള, ഈ നെപ്പോട്ടിസത്തിനെതിരെയുള്ള അതിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് വിജയ് വന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാനത് ജയലളിത മരിച്ചപ്പോൾ തന്നെ അങ്ങനെ മൂവ്മെന്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രവചിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ വിജയുടെ അപ്പം ഒരു ഭാഗത്ത് ദ്രവിഡിയൻ മൂവ്മെന്റ് ശക്തമായി തന്നെ നിൽക്കുന്നു. അത് ഒരു പാർട്ടി വീക്കം ചെയ്തെങ്കിൽ പിന്നെ DMK ശക്തമായി നിൽക്കുന്നു. അപ്പുറത്ത് BJP ഒരേ സമയം എമേർജ് ചെയ്യുന്ന ഒരു പ്ലെയർ എന്ന രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നത് BJPയുമായിട്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു പലപ്പോഴും വിജയുടെ പ്രസ്ഥാനങ്ങളെ കണ്ട ഒരേ തീവ്രതയോടാണ് BJPയെയും അതേപോലെ ഇതിനെ എതിർത്തത്, DMKനെ എതിർത്തത്. അപ്പൊ അങ്ങനത്തെ BJPയുമായി സഖ്യം കൂടുമ്പോൾ വിജയുടെ ഒരു ഇൻഡിപെൻഡൻസ് ഒരുപക്ഷെ വിജയ്ക്ക് നഷ്ടപ്പെടും. വിജയ് ഭയങ്കരമായിട്ട് ഡെൻഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ് എന്റെ ഒരു പ്രശ്നം. അതിന് വിജയ് എത്ര സമ്മതിക്കും എന്നുള്ളത്. വിശ്വസിക്കുന്ന വിജയ് ഒറ്റയ്ക്കൊരു ഫോഴ്സ് ആണെന്ന്. വിജയുടെ പിന്നെ പല ഫോഴ്സസ് ഉണ്ട്. ആ ഫോഴ്സസ് പലതും BJPയുമായിട്ട് അങ്ങ് യോജിച്ചു പോകുന്നവരല്ല. പക്ഷെ BJPക്കാർക്ക് അത് പ്രശ്നമായിരിക്കില്ല. എന്നാൽ ആ വിജയുടെ പിന്നിലുള്ള ഫോഴ്സസിന് അതൊരു പക്ഷേ പ്രോബ്ലം ആയിരിക്കാം. അതുകൊണ്ട് വിജയെ സംബന്ധിച്ചിടത്തോളം വിജയ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വന്നിരുന്നുവെങ്കിൽ, ഈ പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ വിജയ് ഒരു പക്ഷേ വ്യത്യസ്തമായ ഒരു പൊളിറ്റിക്സ് ഒക്കെ മുന്നോട്ട് വെക്കാൻ വിജയ്ക്ക് പറ്റിയായിരുന്നു. ഇനിയിപ്പോ വിജയ് മുന്നോട്ട് വന്നാൽ വിജയുടെ മുന്നോട്ട് വരില്ല എന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ വിജയ് പിന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ക്ലാസ് വളരെ വളരെ ശക്തമാണ്. അപ്പം അങ്ങനെ വന്നാൽ പോലും ഈ രീതിയിലുള്ള ബന്ധത്തിലേക്ക് പോയ വിജയ്ക്ക് എത്രത്തോളം ഇൻഡിപെൻഡന്റ് ആകാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം കിടക്കുന്നുണ്ട് അതിൽ. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.